ശാസ്ത്രലോകത്തെ വളരെ രസകരമായിട്ടുള്ള ചില ഫാക്റ്റുകളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇവിടെ മണലിൽ അല്പം പഞ്ചസാരയും ബേക്കിംഗ് സോഡയും ഇടുകയാണ്, അതിൻ്റെ ഒപ്പം അല്പം മദ്യം കൂടി ഒഴിക്കുകയാണ്. ശേഷം ഒരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് അവിടെ അഗ്നിക്കിരയാക്കുന്നു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പാമ്പിൻ്റെ രൂപത്തിലുള്ള ഒരു സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ ഒരു ഫോമാണ്. ഇതെങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത്? ഇതിൻ്റെ കാരണം അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനാണ്. ആ റിയാക്ഷനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം ഉണ്ടാകുന്നുണ്ട്. ആ വാതകം അവിടെ ഉരുകി ഒലിക്കുന്ന പഞ്ചസാരയിൽ ട്രാപ്പ് ചെയ്യപ്പെടുകയാണ്. അതിനെ തുടർന്നാണ് ഇങ്ങനെ കറുത്തിരുണ്ട ഒരു ഫോമിൻ്റെ രൂപത്തിലേക്ക് ആ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ മാറുന്നത്. ഇത് വളരെയധികം അപകടം നിറഞ്ഞിട്ടുള്ള ഒരു പരീക്ഷണം തന്നെയാണ്. പലർക്കും ഇതിലൂടെ പൊള്ളലുകൾ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പൺ എയറിൽ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ കുട്ടികൾ ഈ പരീക്ഷണം ചെയ്യാവൂ. പർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും താപനില ഗണ്യമായി വർദ്ധിക്കുന്നതാണ്. അതിനെ തുടർന്ന് അവിടെ അടങ്ങിയിരിക്കുന്ന പാറകൾ ഉരുകി ഒലിക്കുന്നതുമാണ്. അങ്ങനെ ഉരുകി ഒലിച്ചാണ് മാഗ്മ എന്ന ദ്രാവകം ഉണ്ടാകുന്നത്. അതിശക്തമായിട്ടുള്ള താപനിലയായിരിക്കും ഈ മാഗ്മയ്ക്ക് ഉണ്ടാവുക. ചില സമയങ്ങളിലൊക്കെ കൂടുതലായിട്ട് അവിടെ മാഗ്മ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. ചില സമയങ്ങളിലൊക്കെ ആ മാഗ്മ അവിടെ നിൽക്കാൻ സാധിക്കാതെ മുകളിലേക്ക് ഉയർന്നു വരുന്നതുമാണ്. ഇതൊരു ഫിസിക്സ് നിയമമാണ്. ഭാരക്കൂടുതലുള്ളവ താഴേക്ക് ആണ്ടുപോവുകയും ഭാരക്കുറവുള്ളത് മുകളിലേക്ക് ഉയർന്നു വരികയും ചെയ്യും. മാഗ്മയായി മാറിക്കഴിഞ്ഞാൽ പാറയേക്കാൾ ഭാരക്കുറവ് അല്ലെങ്കിൽ ഡെൻസിറ്റി കുറവ് ഈ മാഗ്മയ്ക്കാണ്. അതുകൊണ്ട് മാഗ്മ മുകളിലേക്ക് ഉയർന്നു വരും, പാറ താഴേക്ക് ആണ്ടുപോകും. അങ്ങനെ ഈ മാഗ്മ ലാവ ചേമ്പറുകളിൽ എത്തിച്ചേരുന്നു. ലാവ ചേമ്പറുകൾ മറ്റൊന്നുമല്ല, അത് അഗ്നിപർവ്വതങ്ങളാണ്, അത് വെൻ്റാണ്. അതുവഴിയാണ് മാഗ്മ വെളിയിലേക്ക് വരുന്നത്. മാഗ്മ പക്ഷേ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നാൽ പിന്നീട് മാഗ്മയല്ല, അതിൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോകുന്നതാണ്. അത് ലാവയായിട്ട് മാറുന്നതാണ്. മാഗ്മയിൽ അടങ്ങിയിരിക്കുന്ന പല വാതകങ്ങളും അതിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നതാണ്. ഉദാഹരണത്തിന് സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ അനേകം വോൾക്കാനിക് ഗ്യാസുകൾ. അതെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നീട് കാണുന്നത് ലാവയാണ്. അതാണ് ഭൂമിയുടെ പ്രതലത്തിലൂടെ ഒഴുകി മാറുന്നത്. അത് പിന്നീട് കട്ടി പിടിച്ചിട്ട് വലിയ രീതിയിലുള്ള പാറകളായിട്ട് മാറുന്നതാണ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാം. കോറിയോളിസ് എഫക്റ്റിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികൾ മുൻപിലുള്ള ആ ബക്കറ്റിലേക്ക് കയ്യിലുള്ള ബോളുകൾ എറിയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ ബോളുകൾ അവിടേക്ക് വീഴുന്നില്ല. കാരണം അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടല്ല ആ ബോൾ സഞ്ചരിക്കുന്നത്. അവർ കറങ്ങുന്ന ആ ഡയറക്ഷന് അനുപാതികമായിട്ടാണ് ആ പന്ത് സഞ്ചരിക്കുന്നത്. ഇതുതന്നെയാണ് നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന പല പ്രതിഭാസങ്ങൾക്കും പിന്നിലുള്ള കാരണം. ഈ ഒരു ദൃശ്യത്തിലേക്ക് നോക്കുക. ഇവിടെ ഇക്വേറ്റർ ലൈൻ അല്ലെങ്കിൽ ഭൂമധ്യ രേഖയിൽ ഒരു പീരങ്കി വെച്ചിട്ടുണ്ട്. ആ പീരങ്കി ഉപയോഗിച്ചിട്ട് കിലോമീറ്ററുകളോളം അകലെയുള്ള സമുദ്രത്തിലേക്ക് നമ്മൾ പീരങ്കി ഉണ്ടകൾ അയക്കുകയാണ്. അതൊരു നേർരേഖയിൽ പോകുന്നതല്ല. കാരണം ഭൂമി കിഴക്കോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായ വേഗതയിൽ. അതനുസരിച്ച് വളഞ്ഞായിരിക്കും അതിൻ്റെ സഞ്ചാരം. സമുദ്രത്തിലൂടെ ഒഴുകുന്ന ജലം ഇതേ പാത തന്നെയാണ് സ്വീകരിക്കുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ, ആ ചുഴലിക്കാറ്റുകൾ ക്ലോക്കിൻ്റെ വിപരീത ഡയറക്ഷനിൽ, അതായത് ക്ലോക്കിലെ സൂചിയുടെ വിപരീത ഡയറക്ഷനിൽ കറങ്ങാനുള്ള കാരണവും ഇതുതന്നെയാണ്. അതേസമയം സദേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ ക്ലോക്കിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും കറങ്ങുക. കത്തി ജ്വലിക്കുന്ന സൂര്യൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലെങ്കിൽ അഗ്നി അസാധ്യമായ കാര്യമാണ്. ഈ പറയുന്ന ഓക്സിജനെ ഒരിക്കലും നമുക്ക് സൂര്യനിൽ കണ്ടെത്താൻ സാധിക്കുകയില്ല. അവിടെ ഓക്സിജൻ ഇല്ല. പിന്നെ എങ്ങനെയാണ് സൂര്യൻ കത്തി ജ്വലിക്കുന്നത്? സൂര്യൻ കത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് സംഭവിക്കുന്നത്. അതായത് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ കൂടിച്ചേർന്ന് താരതമ്യേന ഭാരമുള്ള മാസുള്ള ഹീലിയമായിട്ട് മാറുന്ന ഒരു പ്രക്രിയയാണ്. അതിലൂടെ വലിയ അളവിലുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ആ ഊർജ്ജമാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അതുതന്നെയാണ് നമുക്ക് ചൂട് നൽകുന്നത്. നമുക്ക് കാണാൻ സാധ്യമാകുന്ന പ്രകാശവും അതിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ഫോടനമാണ് കാണാൻ സാധിക്കുന്നത്. എന്ത് തരത്തിലുള്ള സ്ഫോടനമാണെന്ന് എനിക്ക് വ്യക്തമല്ല. പക്ഷേ ഇവിടെ നടക്കാൻ പോകുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രതിഭാസമുണ്ട്. ഷോക്ക് വേവ് എന്ന പ്രതിഭാസമാണ് നിങ്ങളിവിടെ കണ്ടത്. ആ വലിയൊരു എക്സ്പ്ലോഷനെ തുടർന്ന് അവിടെ ശക്തമായ രീതിയിൽ താപനിലയും പ്രഷറും വർദ്ധിക്കുകയുണ്ടായി. ആ വർധനവിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന വാതകങ്ങൾ ഒന്ന് ചുരുങ്ങുന്നതാണ്, അല്ലെങ്കിൽ ഒന്ന് കംപ്രസ് ആകുന്നതാണ്. അതിനുശേഷം ശക്തമായ വേഗതയിൽ, കൃത്യമായി പറഞ്ഞാൽ
ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ തീവ്രമായ വേഗതയിൽ അത് ചുറ്റുപാടുമുള്ള പ്രദേശത്തേക്ക് സഞ്ചരിക്കുന്നതാണ്. ഈ പ്രതിഭാസമാണ് ഷോക്ക് വേവ്. ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബോട്ടിലിലെ ജലം ഐസായിട്ട് മാറും. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് സൂപ്പർ കൂളിംഗ് ഫിനോമിന. അതിനുവേണ്ടി നിങ്ങളൊരു കുപ്പി എടുക്കുക, അതിൻ്റെ ഉള്ളിൽ ശുദ്ധജലം തന്നെ എടുക്കുക, മുറുക്കെ ആ കുപ്പി ഒന്ന് അടയ്ക്കുക. പിന്നീട് ഒരു ഫ്രീസറിൽ നിങ്ങൾ 2-3 മണിക്കൂർ നേരത്തേക്ക് വെക്കുക. ആ ഫ്രീസറിലെ താപനില ഏതാണ്ട് -16 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. 2-3 മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങൾക്ക് ആ കുപ്പി അനക്കാതെ പതിയെ അവിടെ നിന്നും എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ചെറുതായിട്ട് അതൊന്ന് കുലുക്കുക, അല്ലെങ്കിൽ അതിലൊന്ന് പ്രസ് ചെയ്യുക. നിമിഷങ്ങൾക്കുള്ളിൽ അതിലടങ്ങിയിരിക്കുന്ന ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ജലം ഐസായിട്ട് മാറുന്നത് കാണാൻ സാധിക്കും. ഒരു സീൽഡ് ബോട്ടിലിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ശുദ്ധമായിട്ടുള്ള ജലത്തിന് ഫ്രീസിംഗ് പോയിന്റിനും താഴെയുള്ള താപനിലയിൽ ദ്രാവക അവസ്ഥയിൽ തന്നെ തുടരാൻ സാധിക്കുന്നതാണ്. അതൊരു കാരണവശാലും അനങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ അതിൽ ഒരു കാരണവശാലും ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല. പിന്നീട് അതിലൊരു ഡിസ്റ്റർബൻസ് കൊടുക്കുമ്പോൾ അത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും സോളിഡ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഖരരൂപത്തിലേക്ക് മാറുന്നതാണ്. അതാണ് നിങ്ങളിവിടെ കണ്ട പ്രതിഭാസം. ഒരു സർക്കുലർ മാഗ്നറ്റ് എടുക്കുക, അതിൻ്റെ മുകളിൽ ഇപ്രകാരം 3 ബോട്ടിൽ ക്യാപ്പുകൾ വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്ലാസ് പ്ലേറ്റ് വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ ഒരു പമ്പരം വെച്ചതിന് ശേഷം അത് നന്നായി കറക്കുക. പിന്നീട് പതിയെ ആ ഗ്ലാസ് പ്ലേറ്റ് അവിടെ നിന്ന് നീക്കം ചെയ്യുക. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാഗ്ലേവ് എന്ന ഒരു പ്രതിഭാസമാണ്. വായുവിൽ കിടന്നുകൊണ്ട് ആ പമ്പരം കറങ്ങുന്നതാണ്. ഇതേ പ്രതിഭാസം തന്നെയാണ് മാഗ്ലേവ് ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്നാണ് ആ പ്രതിഭാസത്തിൻ്റെ പേര്. ഒരു കിഴങ്ങിൽ നിന്നും നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാലോ, അത് ഉപയോഗിച്ചിട്ട് ഒരു ലൈറ്റ് കത്തിക്കാൻ സാധിച്ചാലോ. നിങ്ങൾ കിഴങ്ങെടുക്കുക, ആ കിഴങ്ങിൽ നിങ്ങൾ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോഡുകൾ ഘടിപ്പിക്കുക. അതിൽ നിന്നും വയറുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ബൾബുമായിട്ട് കണക്ട് ചെയ്യുക. ആ ബൾബ് കത്തുന്നതാണ്. അതിൻ്റെ കാരണം ആ കിഴങ്ങ് ഒരു ബാറ്ററി പോലെ തന്നെ പ്രവർത്തിക്കുന്നു എന്നതാണ്. അതിലടങ്ങിയിരിക്കുന്ന ഫോസ്ഫോറിക് ആസിഡ് ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റ് പോലെ പ്രവർത്തിക്കുന്നതാണ്. അതിലടങ്ങിയിരിക്കുന്ന ആ 2 ഇലക്ട്രോഡുകൾ അത് ബാറ്ററിയിലെ ഇലക്ട്രോഡുകളായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. സിങ്കിൽ നിന്നും ഇലക്ട്രോൺസ് സഞ്ചരിച്ച് കോപ്പറിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു. ഇലക്ട്രോൺസിൻ്റെ സഞ്ചാരത്തിൻ്റെ നേരെ വിപരീത ദിശയിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നതാണ്. ആ ഇലക്ട്രിസിറ്റി കാരണമാണ് ഈ ബൾബ് ഇവിടെ കത്തുന്നത്. കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി അത് അണച്ചതിന് ശേഷം മുകളിലേക്ക് ഉയർന്നു വരുന്ന പുകയിൽ തീ കൊടുത്തു കഴിഞ്ഞാൽ മെഴുകുതിരി വീണ്ടും കത്തുന്നതാണ്. ഇവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? മെഴുകുതിരി കത്തുന്ന ഭാഗത്തുള്ള മെഴുക് ഉരുകി ലിക്വിഡ് ഫോമിലേക്ക് അല്ലെങ്കിൽ ദ്രാവക അവസ്ഥയിലേക്ക് മാറുന്നു. അതിനുശേഷം അത് വേപ്പറൈസ് ചെയ്യുകയാണ്. അതായത് വാതകത്തിൻ്റെ രൂപത്തിലേക്ക് ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറുകയാണ്. അത് കമ്പസ്റ്റിന് വിധേയമാകുന്നുണ്ട്, അതായത് അത് കത്തുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടും അത് കത്തുന്നില്ല, ഭാഗികമായിട്ട് മാത്രമേ കത്തുന്നുള്ളൂ. ബാക്കിയുള്ള അവശേഷിപ്പ് പുകയോടൊപ്പം തന്നെ മുകളിലേക്ക് ഉയരുകയാണ്. തീ അണച്ചതിന് ശേഷവും അത് മുകളിലേക്ക് ഉയരുന്നുണ്ട്. അതൊരു പാത പോലെ മുകളിലേക്ക് നീണ്ടു കിടക്കുകയാണ്. അവിടെ വീണ്ടും തീ കൊടുക്കുകയാണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന കത്താതെ അവശേഷിച്ച് നിൽക്കുന്ന മെഴുക് ഡ്രോപ്സ് ഒക്കെ കത്തുന്നതാണ്. അത് കണക്ട് ചെയ്ത് നേരെ പോകുന്നത് നമ്മുടെ മെഴുകുതിരിയിലേക്കാണ്. അങ്ങനെ മെഴുകുതിരി വീണ്ടും കത്തുന്നതാണ്. നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയുടെ മധ്യഭാഗത്ത് ധാരാളമായി ബ്ലാക്ക് ഹോളുകളുണ്ട്. അതിനു പുറമെ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളായ സജിറ്റീരിയസ് എ സ്റ്റാറും അടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധ്യമായാലോ? അസാധ്യമായിട്ടുള്ള കാര്യം എന്നായിരിക്കും നിങ്ങൾ പറയുക. എന്നാൽ ശബ്ദമാക്കി മാറ്റിയെടുക്കാൻ നമ്മുടെ പക്കൽ സാങ്കേതിക വിദ്യ ഉണ്ട്. അതിൻ്റെ പേരാണ് സോണിഫിക്കേഷൻ. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ചിത്രീകരിച്ചിട്ടുള്ള മിൽക്കി വേയുടെ മധ്യഭാഗത്തിൻ്റെ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെ നമുക്ക് ശബ്ദ തരംഗമാക്കി മാറ്റാൻ സാധിക്കും. അതിനുവേണ്ടി ഈ പിക്ചറിൽ അടങ്ങിയിരിക്കുന്ന പല എലമെൻറ്റുകളെയും ശബ്ദത്തിൻ്റെ എലമെൻറ്റുകളാക്കി മാറ്റിയെടുത്താൽ മതി. ഉദാഹരണത്തിന് അതിലെ ബ്രൈറ്റ്നസ്സും പൊസിഷൻസും നമുക്ക് പിച്ചായിട്ടും അതുപോലെ വോള്യമായിട്ടും മാറ്റാൻ സാധിക്കുന്നതാണ്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ആ ദൃശ്യത്തെ നമുക്ക് ശബ്ദ തരംഗമാക്കി മാറ്റാം. അങ്ങനെ മാറ്റിയിട്ടുള്ള മിൽക്കി വേയുടെ മധ്യഭാഗത്തെ ശബ്ദമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്.
ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.